ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മോൻ്റെ ചോറൂണായിരുന്നേ കഴിഞ്ഞ ദിവസം. നാട്ടിൽ പോവാൻ പറ്റാത്തതിനെ കൊണ്ട് ഞങ്ങളിവിടെ ഡൽഹിയിൽ തന്നെയുള്ള ഉത്തര ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നേർച്ച ഉണ്ടായിരുന്നു നമ്മുടെ അമ്പലപ്പുഴ വെച്ചിട്ട് ചോറ് കൊടുക്കാമെന്ന്. അപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് ഇവിടുന്ന് കൊടുത്തു കേട്ടോ. നമ്മൾ അരിയും നാണയമൊക്കെ ഉഴിഞ്ഞ് കെട്ടിയിട്ട് ഇനി നാട്ടിൽ പോകുമ്പോൾ വേഗം അവിടെ പോയിട്ട് കൊടുക്കാമെന്നുള്ളതിൽ രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു 1 അവർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. 9 മണിക്ക് ശേഷമായിരുന്നേ ചോറൂണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. എൻ്റെ മാമൻ്റെ മോള് പ്രസവിക്കുക ഡേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമ്പലത്തിൽ 16 ദിവസം അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ട്, അങ്ങനെ കയറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വേഗം ഇവിടുന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഏട്ടന് ഓഗസ്റ്റ് 15 കഴിഞ്ഞാലാണ് ലീവ് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ 6 മാസം കഴിയുകയും ചെയ്യും. അങ്ങനെയെല്ലാം കൂടെ ഇവിടുന്ന് അങ്ങ് കൊടുത്തു കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് ചോറൂടിനൊക്കെ ബുക്ക് ചെയ്തു. അതിനുശേഷം അവിടെ രാവിലെ 9 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. നിയമം അല്ലാണ്ട് തന്നെ ഇവിടെ 2 കുഞ്ഞുങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. 2 കുഞ്ഞുങ്ങൾ ചോറൂണും കൂടി ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളെ ഗുരുവായൂർ അമ്പലം പോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എണ്ണും നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പം ഈ പ്രാവശ്യം വരുമ്പം മുണ്ടും അതേപോലെ എനിക്ക് സാരി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അമ്മ 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് അമ്മേൻ്റെ സാരിയും ബ്ലൗസും ഒക്കെയാണ്. ബ്ലൗസ് ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹൈദരാബാദി ഫാമിലിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ബ്ലൗസൊക്കെ നല്ലോണം അടിച്ച് കുടുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഓർഡർ ചെയ്തെടുത്തു. അമ്മേൻ്റെ ബ്ലൗസ് എനിക്ക് നല്ല ലൂസായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തെടുത്തു. എന്നാലും എവിടേക്കും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പിന്നെ ഏട്ടന് അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടി മുണ്ടും അതേപോലെ തന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സും അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. വാങ്ങിച്ചതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്ത് സ്റ്റോളുണ്ട് ഇങ്ങനെ നമ്മൾ കേരള സാരിയൊക്കെ ഇല്ല, AR ഹാൻഡ്ലൂംസിൻ്റെ. അപ്പോൾ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതാ ചോറൂണിന് അതുവരെ അവൻ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. ചൂടുകൊണ്ടാണോ എന്നറിയില്ല, നല്ല കരച്ചിലായിരുന്നു. ആ ചോറ് ഇലയും മുന്നിൽ കൊണ്ടുവച്ച് സമയം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കരച്ചിൽ. ഈ കരച്ചിൽ എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ അവിടുന്ന് ഇത് കൊടുത്തങ്ങ് എണീറ്റതായിരുന്നേ. ഫുള്ള് കരച്ചിലായിരുന്നു അവൻ. ഞാനും ഏട്ടനും എന്ത് ചെയ്തിട്ടും ഈ ഒരു കരച്ചിലങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല. ഒരേ കരച്ചിൽ. ഏട്ടനാണെങ്കിൽ ആകെ ടെൻഷനും ആയിപ്പോയി. അവനില്ലേ നമ്മൾ സാധാരണ കയ്യിൽ ഇങ്ങനെ ചെരിച്ചെടുക്കില്ലേ, അങ്ങനെ എടുക്കുന്നതും ഇഷ്ടമില്ല. ഇതേപോലെ മടിയിൽ ഇങ്ങനെ ഇരിപ്പിക്കുന്നതും ഇഷ്ടമില്ല. ഒന്നിക്ക് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തനെ എടുക്കണം. അത് രണ്ടും അല്ലെങ്കിൽ അവനൊരു രക്ഷയില്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരേ കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മോതിരം ഒരു ഊരി എടുത്തു കൊടുത്തപ്പോൾ അതങ്ങ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് എഴുതിപ്പോയി. അപ്പുറത്തെ പോലെ ഇലയിൽ പോയിട്ട് മോതിരം നിന്നത്. അപ്പം അതും എടുത്ത് കുറച്ച് പായസവും ഒരു മണി ചോറും വായിലാക്കി കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം ഞങ്ങൾ പോയത് തിങ്കളാഴ്ച ആയിരുന്നേ. തിങ്കളാഴ്ച പോയി. പിന്നെ അവന് വേറെ ഫുഡൊന്നും വീട്ടിൽ വന്നിട്ട് കുറച്ചൊരു ദിവസം മുത്താറി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ചോറ് എന്തായാലും ഇനി നാട്ടിൽ ഞങ്ങൾ നേർച്ച പറഞ്ഞിട്ടുള്ള അമ്പലത്തിൽ പോയിട്ട് കൊടുത്തതിന് ശേഷം ചോറും കഞ്ഞിയും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഏട്ടൻ എന്തായാലും ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ ലീവ് കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന. ഇവിടുന്ന് ലീവൊക്കെ കിട്ടാൻ ഒത്തിരി പാടാണ്. അപ്പം അങ്ങനെ ലീവ് കിട്ടിയാൽ നാട്ടിൽ പോയിട്ട് അമ്പലത്തിൽ എന്തായാലും പോകണം. അപ്പം ചെക്കനെ നോക്കിയാട്ടെ ഒരേ കരച്ചിലാണ്. ആകെ ഞങ്ങൾ ടെൻഷനായിപ്പോയി. അവനാണെങ്കിൽ ഒരു ഇത്തിരി പോലും ചൂട് സഹിക്കത്തേ ഇല്ല. ചൂടാവുമ്പോൾ ഒരു രക്ഷയില്ലാണ്ട് കരഞ്ഞോണ്ടിരിക്കും. എല്ലാവരും അവിടുന്ന് ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ കരച്ചിൽ കേട്ടിട്ട്. ഒരു വിധത്തിൽ അവിടെ നിന്നെല്ലാം കൂടെ എണീറ്റ് ഞങ്ങൾ ഈ പായസത്തിൻ്റെ സംഭവങ്ങളൊക്കെ ശരിയാക്കി. നമ്മൾ ചോറൂണിന് വന്നാൽ ഇവിടുന്ന് വലിയൊരു പാത്രം നിറയെ നല്ല പാൽപ്പായസം കിട്ടും കേട്ടോ. ഈ പാൽപ്പായസം ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നേ. നച്ചൊരു സൈഡിലിരിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും തിരിയുന്നില്ല. അവൻ കരച്ചിട്ട് അവൾക്കും ടെൻഷനാവുന്നുണ്ട്.
ഇവൻ ഇങ്ങനെ കരയുന്നത് ആദ്യമായിട്ടായിരിക്കും. ഇത്രത്തോളം അങ്ങോട്ട് കരയലൊന്നും ഇല്ലായിരുന്നു. അപ്പം അമ്മേൻ്റെ അടുത്ത് ചോറ് കൊടുക്കാൻ പറഞ്ഞു, അമ്മ കൊടുത്തു. നച്ചുവിൻ്റെ അടുത്ത് ഒന്ന് വായിലാക്കി കൊടുക്കാൻ പറഞ്ഞു, നച്ചുവും കൊടുത്തു. അപ്പം വീട്ടിലാരും ഇല്ലാണ്ട് ഞങ്ങൾ മാത്രമായിട്ട് എന്തോ പോലെയുണ്ട്. വീട്ടിൽ ഏട്ടൻ്റെ അമ്മയും അച്ഛനും ഏച്ചിയും എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രമായപ്പം ഒരു രസമില്ലാത്ത പോലെയായി. അപ്പം ചോറൂണൊക്കെ അവിടെ കഴിഞ്ഞു. ഇവിടെ കുറച്ച് മഞ്ചാടി ഇരിപ്പുണ്ടായിരുന്നേ, മഞ്ചാടിയും കുന്നിക്കുരും. നച്ചുവിനടുത്ത് ഏട്ടൻ പറഞ്ഞു ഒന്നിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്നാക്കിക്കോന്ന്. അങ്ങനെ പിന്നെ ഈ അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് സദ്യയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ന് പക്ഷേ സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറത്ത്, ഇതിൻ്റെ സൈഡ് പുറത്തല്ല, ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നേ. അവിടെ നല്ല പുട്ടും കറിയും ദോശയും ചട്നിയും അതേപോലെ വടയും അങ്ങനത്തെ ഒക്കെ കിട്ടിയിരുന്നു. അന്നപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ചായയും കുടിച്ച് നേരെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് വേണം സാക്ഷി എൻ്റെ കൂടെ വഡോദര ഉണ്ടായിരുന്നൊരു സാക്ഷിയില്ലേ, അപ്പോൾ അവൾ ഡെലിവറി എടുത്തുകൊണ്ടിരിക്കുക, അവളെ കാണാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.